ഓക്കെ, നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ? നോക്കി കാലിൻ്റെ നോക്കി, ഇത് ഇവിടെ തന്നെ ചെയ്യുന്നതാണല്ലേ? ചെയ്യുന്നതാണല്ലോ. ഓക്കെ, അതിലൊക്കെ സമയത്ത് ചാടി ചാടി പോകാനുള്ള ടിൻറ്റുവിൻ്റെ ദേഹത്ത് നല്ല രീതിക്ക് അഴുക്കായിട്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് ചെറിയ അഴുക്കും ചെറിയതായിട്ട് കളറൊക്കെ പോയിരിക്കുകയാണ്. ചെറുതായി ഇവിടേക്ക് കാണാൻ പറ്റുകയാണല്ലേ. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ടിൻറ്റുവിന് ഒരുപാട് നാളായിട്ട് നമ്മൾ ഗ്രൂമിങ് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടോ. അപ്പം ഇന്ന് ദേഹത്ത് ഇച്ചിരി നല്ല രീതിക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ എൻ്റെ കൂടെ പഞ്ചമി ഉണ്ട്. പഞ്ചമി അമ്മയും ഞാനുമായിട്ടാണ് ഇങ്ങനെ ടിൻറ്റു ഗ്രൂം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പം അവിടെ ഒരുപാട് നാൾ, ഏകദേശം ഒരു 6-7 മാസമായെന്ന് തോന്നുന്നു നമ്മളൊന്ന് ഗ്രൂം ചെയ്തിട്ട്. അപ്പോൾ നല്ല രീതിക്ക് അഴുക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറഞ്ഞാൽ വെൽക്കം യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം, അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു 5 മാസം മുമ്പോ, 5-6 മാസമല്ലേ അമ്മ? 5 മാസമായെന്ന് തോന്നുന്നു. 5 മാസത്തിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഗ്രൂം ചെയ്ത്. അങ്ങനെ എപ്പോഴെപ്പോഴും ചെയ്യേണ്ട, വല്ലപ്പോഴും ചെയ്താൽ അത്യാവശ്യം ഇത് ഇച്ചിരി നല്ല രീതിക്ക് എന്താ പറയുക, ഡേർട്ടും ഭയങ്കര അഴുക്കും കാര്യങ്ങളായി ബോഡിയിൽ മൊത്തം, ഹെയറിൽ മൊത്തവും, കൂടെ മൊത്തവും. പിന്നെ നഖം നല്ല രീതിക്ക് നഖം വളരും. ഇതൊക്കെ നഖം വളർന്ന് ഭയങ്കര പ്രശ്നം കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തൊക്കെ ദേഹത്തൊക്കെ ചാടി കയറാൻ നേരത്ത് നല്ല രീതിക്ക് രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ നേരത്തെ നമ്മൾ ബെഡ്റൂമിൽ കിടന്നുറങ്ങണേ. അപ്പം രാത്രി ഉറങ്ങാൻ നേരത്ത് ഈ മൂത്രമൊഴിക്കാൻ അങ്ങനെ പുറത്തൊക്കെ പോകണമെങ്കിൽ നമ്മൾ എണീപ്പിക്കും. അപ്പം എണീപ്പിക്കുന്നത് ഇങ്ങനെ പേർത്തിങ്ങനെ ദേഹത്തിങ്ങനെ വിളിക്കുന്നതാണ്, കൈയിട്ട് വിളിക്കുന്നത്. അപ്പോൾ അള്ളും ചില സമയത്ത് ആ ഒരു ചെറുതായിട്ടൊന്ന് മുറിയും. ഇതൊരിക്കും മുറിഞ്ഞിട്ടില്ല, പക്ഷെ നല്ല രീതിക്ക് വേദന എടുക്കും. അപ്പം അതുകൊണ്ട് നഖവും വെട്ടണം. പിന്നെ അതുപോലെ തന്നെ ഈ എപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാലും നേരെ ചെന്ന് മണ്ണിൽ, അത് ഈ പട്ടികളുടെ ചെറിയൊരു ഇതാണ്, ഡോഗ്സിൻ്റെ ഒക്കെ ഏകദേശമുള്ള ഇതാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി റോൾ ചെയ്യുക, ബോഡി ഫുൾ റോൾ ചെയ്യണമെന്നാണ്. അപ്പം അതുകൊണ്ട് നല്ല രീതിക്ക് ഇതാവത്തില്ല. ഇപ്പം ഇവിടെ പോയി കഴിയുമ്പോൾ അവർ തന്നെ ഹെയർ ഡ്രയറൊക്കെ ഇട്ട് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരുമ്പോൾ. പിന്നെ നല്ല രീതിക്ക് നഖം വെട്ടണം, പിന്നെ കറക്റ്റ് ഷേപ്പ് ആക്കണം. അപ്പം ഹെയറും കട്ട് ചെയ്യാനുണ്ട് കുറച്ചൊക്കെ. അപ്പം അതുകൊണ്ടിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചാട്ടാ. അതുകൊണ്ട് എന്ന് വെച്ചാൽ ടിന്നുവിനെ കുളിപ്പിക്കാൻ നേരം നിന്നെ അവിടെ കുളിപ്പിക്കും. അവിടെ പറഞ്ഞാൽ പോലെ ടിന്നിനെ കുളിപ്പിക്കാൻ നേരത്ത് പഞ്ചമിനെ ഇവിടെ ഒന്ന് കുളിപ്പിച്ച് തരാൻ പറഞ്ഞാൽ പോലെ. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. ഒരാൾ ഫ്രീ ആണ്. അപ്പം നീ കയറി കുളിക്കില്ലേ? എന്നാ മുടി ഈ ലെഫ്റ്റ് കാണുന്നതാണ് ആറ്റിങ്ങല് ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റലാണോ. ഇവിടെ നേരെയാണ് അവിടെ. ഈ ലൊക്കേഷൻ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ലോയൽ കമ്പാനിയൻ എന്നാണ് അവിടുത്തെ ഷോപ്പിന്റെ പേര്. ഇതാണ് കുറച്ച് ഇവിടെ വന്ന സമയത്ത് ഒരു ഇത് സ്പിറ്റ്സ് അല്ലേ, പൊമ്പറയല്ലേ? ആ, ഇതെങ്ങനെയാ സംഭവം? ഇവിടെ എങ്ങനെ? ഓക്കെ, നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ? നോക്കി കാലിൻ്റെ നോക്കി, ഇത് ഇവിടെ തന്നെ ചെയ്യുന്നതാണല്ലേ? ചെയ്യുന്നതാണല്ലോ. ഓക്കെ, ടിൻറ്റു ഗ്രൂം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. അമ്മ കളർ ചെയ്യിപ്പിച്ചാലോ അമ്മ ടിൻറ്റുവിൻ്റെ ഇങ്ങനെ ചുറ്റിനും ഇവിടെ? ടിൻറ്റു കളർ ചെയ്യാം ടിൻറ്റു നമുക്ക്. കാലിലും പച്ചേ നമ്മളകത്തിരുന്ന് കണ്ട ഫോമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. പയ്യിറങ്ങ ഇവിടെ റോഡാണ്. എങ്ങനെയുണ്ടമ്മ ഉണ്ട് അവിടെ? ഇതിൻ്റെ കുളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്, ഡോഗ് മാസ്ക് വെച്ചിട്ട്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അയച്ച സമയത്ത് ചാടി ചാടി പോകുന്നില്ല. വീട്ടിലായാലും കുളിപ്പിക്കാൻ നേരത്ത് നല്ല ടെൻഷനും പേടിയൊക്കെ ഇരിക്കും. ആദ്യം നമ്മൾ കണ്ടീഷനിങ് ഷാമ്പൂ ഇട്ട് ഇളക്കിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റനിങ് ഷാമ്പൂ പള്ളൊക്കെ വൈറ്റ് ആകാൻ അതിലുള്ള. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു, നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. അതേതാ അതിൻ്റെ പ്രത്യേകിച്ച്? നമ്മൾ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഷാമ്പൂസ് ഉണ്ട്. കുറച്ച് സാധാരണ നമ്മുടെ പെറ്റ് ഷാമ്പൂസിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും. മെഷർമെന്റ് ഉണ്ട്. അപ്പോൾ അതിനെ മെഷർ ചെയ്തിട്ടാണ് ഇവിടെ എങ്ങനെ ഉണ്ടല്ലേ അതിൻ്റെ റേഷ്യോ ആണ്. 1:10, 1:4 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ റേഷ്യോ ഓരോ ഷാമ്പൂക്ക്. അങ്ങനെ റേഷ്യോ എടുത്തിട്ടാണ് നമ്മൾ. എല്ലാ ഡോക്ടറും ഇതേപോലെയാണ്, പേടിച്ചാണ് ഇരിക്കുന്നത്. ഓരോരുത്തരുടെ ക്യാരക്ടർ. ചിലർക്ക് കുളിക്കാൻ ഭയങ്കര കുളിക്കാനൊക്കെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. വലിയ താല്പര്യത്തോടുകൂടി ചിലർ ഭയങ്കര അഗ്രഷൻ. ബയോഗ്രൂം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 30:1 കോൺസെൻട്രേറ്റ് ഉള്ള TLS ഷാമ്പൂ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ഇട്ടത്. ആ ഷാമ്പൂ ഹൈഡ്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ വൈറ്റനിങ് ഷാമ്പൂ. ഇത് നമ്മളിപ്പോൾ രണ്ടാമത് ഇടും. വൈറ്റനിങ് ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നേരത്തെ ഞാൻ വന്ന സമയത്ത് എനിക്ക് സ്മെല്ല് ഇല്ലായിരുന്നു, കുറച്ചധികം ബാഡ് സ്മെല്ലായിരുന്നു. പക്ഷെ ഇപ്പം നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ഈ നേരത്തെ കണ്ടില്ലേ ഡോഗിൻ്റെ അതുപോലത്തെ ഹെയർ കളർ ഷാമ്പൂ ആണോ ഇത്? ഷാമ്പൂ അല്ല, അത് ഡൈ ആണ്. ഡൈ ആണല്ലേ? നമ്മൾ മിക്സ് ചെയ്യണം. ഓക്കെ.
ഇത് കുഴപ്പമില്ല കേട്ടോ, ഈ വൈറ്റ് പൂച്ച രസമുണ്ട്, ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. അറിയത്തില്ല, ഇനി കൈയിട്ട് കഴിഞ്ഞ് കൈയും കൊണ്ട് പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ഇച്ചിരി ആൾ ടെററാണ്, വിഷയമാണ്, മൺസീനായിട്ടിരിക്കുകയാണ്. പോരാത്ര. അമ്മ, ഞാൻ ടിന്നുവിന്റെ സ്ഥലത്ത് കളർ ചെയ്തില്ല, അവിടെ ഞാനും കളർ ചെയ്തോട്ടാ. മുടിയിൽ ഞാൻ കളർ ചെയ്തോട്ടാ. കുഴപ്പമില്ലെന്ന് പറ. എന്നാ പിന്നെ അമ്മ ചെയ്യുന്ന ഒലക്സിബിൾ ചെയ്യാം. ഒലിക്സ് വേണ്ട ഇവിടെ. അമ്മ ഒലക്സിബിൾ ചെയ്യട്ടാ. പൈസ തരാൻ പറയാം എൻ്റെ അമ്മയുടെ അടുത്ത്. പൈസ കൊടുത്തിരുന്നേ എന്റെ ഇല്ല പൈസ, നീ നിന്റെ അമ്മയുടെ അടുത്ത് പറ പൈസ തരാൻ. എന്റെ പൈസ ഇല്ല. കള്ളൊന്നും പറയണ്ട. ഇറങ്ങി അത് ഇവിടുന്ന് എങ്ങനെ റോട്ടി ഇറങ്ങി പോകുന്ന എങ്ങനെയുണ്ടായതമ്മ? സമയം എടുക്കും, നല്ല സമയം എടുക്കും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നല്ല ഷേപ്പ് ആക്കിയല്ലേ, നല്ല രീതിക്ക് എന്താ പറയാ വെട്ടി മുട്ടി ചെയ്തില്ലല്ലേ നമ്മള്. എന്ത് ചെയ്യും മഞ്ജുമി? അത് അമ്മ നിന്റെ അമ്മ പൈസ തന്നില്ലേ? അമ്മത്തെ പൈസ അയച്ചാൽ പറയുന്നത് ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്നത് പറഞ്ഞോണ്ടിരുന്ന നാളെ കൊണ്ടുവരാം. അപ്പോയിന്റ്മെന്റ് എടുക്കാം കേട്ടാ, പഞ്ചമിയും കൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കാവേ. അത് അതിനകത്ത് അവര് മറ്റേ അതൊക്കെ വെച്ച് ഓസൊക്കെ ഇട്ട് അടിച്ച് നല്ല അടിപൊളിയായിട്ട് പഞ്ചമിയും എടുക്കും. നല്ല രീതിക്ക് ഷേപ്പ് ചെയ്യണം, നല്ല രീതിക്ക് അവര് കറക്റ്റ് ആയിട്ട് ലെവലിൽ വെട്ടി. നമുക്ക് ഒരുപാട് ഹെയർ ചോദിക്കും, എത്ര വേണം ചോദിക്കും. അപ്പം നമുക്ക് ഒരുപാട് വേണ്ട, ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ അധികമായിട്ട് വേണമെന്നും വേണ്ട. ആദ്യം ഒരു അകടമ ആദ്യം ഷാമ്പു ഇട്ട് സാധാരണ നോർമൽ ഷാമ്പു ഒക്കെ ഇട്ടിട്ട് കണ്ടീഷണർ ഉണ്ടെന്ന് അത് പ്രശ്നമില്ല. അപ്പൊ അതും എന്നാലും ഉണ്ടായിരുന്നു, പക്ഷെ അത് കുഴപ്പമില്ല. അത് അങ്ങനെ അവർ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഇട്ടേക്കും. 10 മിനിറ്റ് 2 പേര് അള്ളി എന്ന് പറയുന്നുണ്ട് അവരെ. അപ്പൊ നാവൊക്കെ ഇപ്പൊ സെറ്റാണ്, വേറെ ഒരു കുഴപ്പമില്ല. അവര് കട്ട് ചെയ്തിട്ട് ഇത് ചെയ്യും, ഷേപ്പ് ആക്കുന്നകം. ബേസിക്കലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ എത്തി നല്ല രീതിക്ക് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഹെയർ കട്ട് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ ഇല്ല, അടിച്ച് ഒട്ടിച്ച് നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഷേപ്പ് ഉണ്ട്. ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല ഒത്തി ഒതുങ്ങി വന്നിട്ടുണ്ട്. മറ്റേതാണെങ്കിൽ ഫുൾ ഒരു ഭയങ്കര പൊടിയായിരുന്നു. ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രീതിക്ക് അഗ്രസീവ് വരാനുണ്ടോ, ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര ഒരു രക്ഷയില്ല. അവിടെ അല്ല രണ്ടുപേരെ അള്ളിന്നൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര രീതിക്കുള്ള സംഭവമായിരുന്നു. പക്ഷേ അവിടെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല നൈസായിട്ടുള്ളൊരു ഗ്രൂമിങ് സെൻ്റർ ആയിരുന്നു. അപ്പം അവിടെ വേറൊരു ഡോഗ് ഉണ്ടായിരുന്നില്ലേ, മറ്റേ ആ ഒരു കളറിങ് എന്താ പറയുക, കളറൊക്കെ ചെയ്ത് കളർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡോഗ്. നല്ല രസമുണ്ടായിരുന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര അവിടെ തന്നെ നിന്ന് കറങ്ങണ ഒരു പരിപാടിയായിരുന്നു അത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.